Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ചെറുപുഴ പുളിങ്ങോം മീന്തുള്ളിപ്പുഴയിൽ കാണാതായ തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള സ്വദേശി രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തി. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കനത്ത മഴയിൽ ചെറുപുഴ പുളിങ്ങോം മീന്തുള്ളി തുരുത്തിൽ കാണാതായ തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള സ്വദേശി രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തി. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് തുരുത്തിലൊറ്റപ്പെട്ട കർഷകൻ ബെന്നിയെ രക്ഷിച്ച് കൂട്ടുകാർക്കൊപ്പം തിരിച്ച് പുഴ നീന്തി കടക്കുമ്പോഴാണ് നീന്തൽ പരിശീലകനായ രാജേഷിനെ കാണാതായത്. മീന്തുള്ളി വാട്ടർഫോൾസിലെ പരിശീലകനായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും റാഫ്റ്റർ ജിതനും ചേർന്ന് കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തിയാണ് ബെന്നിയെ രക്ഷിക്കാൻ തുരുത്തിലെത്തിയത്. രാജേഷ് തന്റെ ലൈഫ് ജാക്കറ്റ് ബെന്നിക്ക് നൽകി തിരിച്ച് പുഴ കുറുകെ കടക്കവേ കയറിൽ നിന്ന് പിടിവിട്ട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നീന്താൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോയി. സാഹസികത എന്നും ഹരമായിരുന്ന രാജേഷ് മുൻപ് വയനാട്ടിലും രക്ഷാപ്രവർത്തനത്തിന് പോയിരുന്നു. അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റിയിൽ അംഗമായ രാജേഷ് 1 മാസം മുൻപാണ് പരിശീലനത്തിനായി കണ്ണൂരിലെത്തിയത്. ത്രോബോളിൽ ദേശീയ ടീം അംഗവുമാണ്. 2 വർഷം മുൻപ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണു മരിച്ചിരുന്നു. കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരന്റെയും ഗീതയുടെയും മകനാണ്. ഭാര്യ ഷാഫിയ, മക്കൾ ആർഷൻ, അഭിഷേക്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂരിലെ നിർധന കുടുംബത്തിന് അമ്പലത്തറയിൽ താൽക്കാലിക വീടൊരുങ്ങി. ദ്വര പഞ്ചമി ദമ്പതികളും 6 മക്കളും താൽക്കാലിക വീട്ടിലേക്ക് താമസം മാറി. ഈ കുടുംബത്തിന്റെ തെരുവ് ജീവിതം നെറ്റ്വർക്ക് ന്യൂസ് ആണ് ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ 12 വർഷമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ വരാന്തകളിലും തെരുവുകളിലുമായി കഴിഞ്ഞുകൂടിയ ദൊരൈ പഞ്ചമി ദമ്പതികൾക്കും 6 മക്കൾക്കും ഇനി സ്വന്തമായി തലചായ്ക്കാൻ ഒരിടം. പയ്യന്നൂർ നഗരസഭയുടെയും ജനപ്രതിനിധികളുടെയും പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും ക്ലാപ്പ് കൗൺസിലിംഗ് ക്ലിനിക്കിന്റെയും സുഹൃത്തുക്കളുടെയും സംയുക്ത സഹകരണത്തോടെ അമ്പലത്തറയിലൊരുക്കിയ താൽക്കാലിക വീട്ടിലേക്ക് ഈ കുടുംബം ചൊവ്വാഴ്ച താമസം മാറി. ഒറ്റപ്പാലം സ്വദേശികളായ ഇവർ തെരുവിൽ ആക്രി പെറുക്കിയും കടകൾ അടിച്ചുവാരിയുമാണ് കുടുംബം പുലർത്തിയിരുന്നത്. സഹോദരിയുടെ വേർപാടിനെ തുടർന്ന് അവരുടെ മകളെ കൂടി സ്വന്തം മകളെ പോലെ ചേർത്തുപിടിച്ചാണ് ഈ ദമ്പതികൾ വളർത്തുന്നത്. തെരുവിൽ കഷ്ടപ്പെടുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു. കുടുംബത്തിന് കഴിഞ്ഞ 1 മാസമായി ആവശ്യമായ കൗൺസിലിംഗ് പിന്തുണയും നൽകി വരുന്നുണ്ട്. ഇന്ന് നടന്ന ചടങ്ങിൽ വെച്ച് അതിദരിദ്ര റേഷൻ കാർഡ് സപ്ലൈ ഓഫീസർ KN ബിന്ദു കൈമാറി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, വൈസ് ചെയർമാൻ P ശ്യാമള, കൗൺസിലർമാരായ A സവിത, M രാമകൃഷ്ണൻ, ആശാ P, VKP ഇസ്മായിൽ, ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു, പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി റിലീഫ് കമ്മിറ്റി ഭാരവാഹികൾ CP അബ്ദുള്ള, കാട്ടൂർ ഹംസ, S ഖാദർ, M ഷാഹുൽ ഹമീദ്, AM മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നീണ്ട 12 വർഷങ്ങൾ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ തണുത്തുറഞ്ഞ വരാന്തകളും തെരുവോരങ്ങളുമായിരുന്നു ആ 8 കുടുംബത്തിന് വീടും അന്തി ഉറങ്ങാനുള്ള ഇടവും. മഴയും വെയിലുമേറ്റ് ആരും കാണാതെ പോയ ദ്വര പഞ്ചമി ദമ്പതികൾക്കും അവരുടെ 6 കുരുന്നുകൾക്കും ഒടുവിൽ സ്വന്തമായി തല ചായ്ക്കാനൊരിടം ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് നെറ്റ്വർക്ക് ചാനലിന് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. 6 മക്കളെയും കൊണ്ട് തെരുവിൽ കഴിയുന്ന ദൊരൈ പഞ്ചമി ദമ്പതികളുടെ വാർത്ത നെറ്റ്വർക്ക് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച ദിവസമാണ്. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്.
അപ്പോൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലാണ് ആദ്യമായിട്ട് ഈ വിഷയം, ഇവരുടെ ഒരു താമസ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് വാർത്ത എത്തുന്നത്. അതേ തുടർന്ന് പയ്യന്നൂരിലെ മറ്റ് മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം പലവട്ടം ഈ കുടുംബം ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവർ നേരത്തെ നഗരസഭയുടെ വീടിൻ്റെ ആവശ്യമുള്ള ലിസ്റ്റിൽപ്പെട്ടവരായിരുന്നു. ഇവർക്കൊരു താമസ സൗകര്യം എന്നോട് ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഒരു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടി ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതപ്പം തന്നെ ബന്ധപ്പെടുകയും ഇന്നിപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസർ വന്നു തന്നെ അവർക്ക് ഏറ്റവും പുതിയ റേഷൻ കാർഡ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് കൂടി ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. നമ്മൾ റോഡ് സൈഡിൽ തന്നെ കിടന്ന് ശീലിച്ചു പോയി. ഞങ്ങളുടെ മക്കൾ റോഡ് സൈഡിൽ തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാലങ്ങളിൽ കുഴപ്പമില്ല, ആ കാലത്തിൽ ആരും അങ്ങനെ ശല്യം ചെയ്തില്ല. ചെയർമാനോട് നന്ദി പറയുന്നു. പിന്നെ വേറെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടന് പേരറിയില്ല. ആ ചേട്ടൻ ബാങ്കിലാണ് പണിയെടുക്കുന്നത്. ആ ചേട്ടന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാർക്ക് നന്ദി പറയണം, നിങ്ങൾക്കും നന്ദി പറയണം. പിന്നെ ഞങ്ങൾക്ക് എത്ര ആരൊക്കെ സഹായം ചെയ്തോ അവർക്കൊക്കെ നന്ദി പറയണം. ഈ തെരുവിൽ നിന്നാണ് ദൊരയും പഞ്ചമിയും ജീവിതത്തിന്റെ പുതിയ വഴിയിലേക്ക് പോയത്. ഇനി ആ 6 മക്കൾക്കും ആരെയും പേടിക്കാതെ സുരക്ഷിതമായി ഒരു വീടിനുള്ളിൽ കിടന്നുറങ്ങാം. ഈ ഒരു യജ്ഞത്തിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. മഹാശിലായുഗ സംസ്കാരത്തിന്റെ അമൂല്യ സ്മാരകമായ ഏഴിലോട് അടുപ്പൂട്ടിപ്പാറ ഹിസ്റ്റോറിക്കൽ പാർക്ക് അധികൃതരുടെ അനാസ്ഥ മൂലം കാടുമൂടി നശിക്കുന്നു. 2500-ഓളം വർഷം പഴക്കമുള്ള ഈ പൈതൃക കേന്ദ്രം പരിപാലിക്കാൻ നടപടിയില്ലാത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഇങ്ങ് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മനുഷ്യ പുരോഗതിയുടെ സുപ്രധാന കാലഘട്ടമായിരുന്ന മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ ഒരു ചരിത്രം ഓർമ്മിക്കുന്ന സാധനങ്ങളൊക്കെ കാടുമൂടി കിടക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഏഴിലോട് അടുപ്പൂട്ടിപ്പാറയിലെ ഹിസ്റ്റോറിക്കൽ പാർക്കിനെ കുറിച്ചാണ്. 2015 ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് ഇങ്ങനെയൊരു പാർക്ക് ഇവിടെ പണിതത്. ഇന്ന് അതിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. മഹാശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യുമ്പോൾ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി വലിയ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച അപൂർവ സ്മാരകങ്ങളിലൊന്നാണ് അടുപ്പൂട്ടിപ്പാറ. ചെറുതാഴം പഞ്ചായത്തിലെ കാരാട്ട് ഏഴിലോട് കുഞ്ഞിമംഗലം റോഡരികിലാണ് ചരിത്ര പ്രധാനമായ ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. 2015 ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ചെറുതാഴം പഞ്ചായത്ത് അടുപ്പൂട്ടിപ്പാറ ഏറ്റെടുത്ത് ചരിത്രോദ്യാനമാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടർ ബാലകിരൺ IAS ആയിരുന്നു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ പാർക്കിന്റെ പരിപാലനം പൂർണ്ണമായും നിലച്ചു. സമീപകാലത്ത് നടന്ന റോഡ് നവീകരണത്തോടെ പാർക്കിന്റെ പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി മാറി. പാർക്കിലുടനീളം വൻതോതിൽ പുല്ലും മുൾക്കാടുകളും വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. നമ്മുടെ പാരമ്പര്യവും ചരിത്ര പൈതൃകവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവരും ഓർക്കേണ്ട സമയമാണിത്. സ്വാതന്ത്ര്യദിനം ആസന്നമായിരിക്കെ നമ്മുടെ നാടിന്റെ പഴക്കമേറിയ ഒരു ചരിത്ര സ്മാരകം ഇത്തരത്തിൽ അവഗണിക്കപ്പെടുന്നത് പ്രതിഷേധാർഹമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഉടനടി കാടുകൾ വെട്ടിത്തെളിച്ച് തടസ്സങ്ങൾ നീക്കി അടുപ്പൂട്ടിപ്പാറ ഹിസ്റ്റോറിക്കൽ പാർക്ക് സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ പഞ്ചായത്തും ബന്ധപ്പെട്ട അധികൃതരും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. അടുപ്പൂട്ടിപ്പാറ എന്നത് ഇന്ത്യയുടെ സാംസ്കാരിക ലോകത്തേക്ക് ചെറുതാഴത്തെ കണ്ണു ചേർക്കുന്ന മുഖ്യധാര ബിംബമായിട്ട് കൂടി ഇവിടെ കാടുമൂടി കയറി കിടക്കുന്നു എന്നത് തീർത്തും ലജ്ജാവഹം തന്നെയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി വന്ന ഫണ്ട് വെട്ടിക്കുറച്ചെന്നാരോപിച്ച് LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. RJD കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായ ഫണ്ട് ലഭിക്കാത്ത സാഹചര്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അവതാളത്തിലാകാൻ കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF പ്രതിഷേധ സമരം നടത്തിയത്. തങ്കയമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം RJD കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. NCP സംസ്ഥാന സെക്രട്ടറി C ബാലൻ അധ്യക്ഷത വഹിച്ചു. LDF പഞ്ചായത്ത് സെക്രട്ടറി TV കുഞ്ഞികൃഷ്ണൻ, TV ബാലകൃഷ്ണൻ, KV ജനാർദ്ദനൻ, M ഗംഗാധരൻ, M രാമചന്ദ്രൻ, M മനു, K കനേഷ്, P സനൽ, VV സുരേശൻ, TP ഉഷ, MP ബിജീഷ്, T നാരായണൻ, E ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
പഴയങ്ങാടി വെങ്ങര റെയിൽവേ ഗേറ്റിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നതായി പരാതി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. പഴയങ്ങാടിയിൽ നിന്ന് മുട്ടം രാമന്തള്ളി ഭാഗത്തേക്കുള്ള പ്രധാന റോഡിലെ വെങ്ങര റെയിൽവേ ഗേറ്റിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. റെയിൽവേയുടെ അറ്റകുറ്റപ്പണികൾക്കു ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സ്ലാബുകൾക്കിടയിലെ വിടവുകളും തകർന്ന ടാറിങ്ങും കാരണം വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ പതിവാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. നിരവധി ആളുകൾക്ക് ഇതിനകം പരിക്കേറ്റിട്ടുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. നമ്മളിപ്പം ഭയങ്കര ഡേഞ്ചർ കുറെ ആളുകളായി ഇതിങ്ങനെ പ്രശ്നങ്ങൾ, കുറെ ആൾക്കാർ വീഴുന്നു, പെണ്ണുങ്ങൾ വീഴുന്നു, കുറെ ഇപ്പം ഇന്നലെ എന്റെ മുമ്പിൽ തന്നെ ഒരാൾ വീണു, വണ്ടിക്കാർക്ക് പോകാൻ പറ്റുന്നില്ല. മഴക്കാലം വന്നപ്പോൾ അതിന്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഒന്നെങ്കിൽ ശരിയാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലാക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേ ഗേറ്റിലെ റോഡ് എത്രയും വേഗം സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കെ കണ്ണപുരം പാലത്തിലെ അപകടക്കുഴികൾ അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടിയില്ല. വാഹനാപകടങ്ങൾ പതിവാകുന്നു. അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്ത്. BJP കല്യാശ്ശേരി നിയോജകമണ്ഡലം സംഘടിപ്പിച്ച ധർണ സമരം സംസ്ഥാന കമ്മിറ്റി അംഗം C നാരായണൻ ഉദ്ഘാടനം ചെയ്തു. 2 മാസത്തിലധികമായി കെ കണ്ണപുരം പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ട് ദിവസേന ഇവിടെ അപകടങ്ങൾ പതിവാണ്. നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കുഴിയിൽ വീണ് പരിക്കേറ്റിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. പ്രശ്നം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആവശ്യമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് BJP കല്യാശ്ശേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കണ്ണപുരം പാലത്തിനു മുകളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KSTP റോഡിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നും 18 കോടി രൂപ ചെലവിൽ ആരംഭിച്ച അറ്റകുറ്റപ്രവൃത്തി പാതിവഴിയിൽ നിലച്ചിട്ട് ബന്ധപ്പെട്ടവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും BJP സംസ്ഥാന സമിതി അംഗം C നാരായണൻ പറഞ്ഞു. തികച്ചും അശാസ്ത്രീയവും തികച്ചും തെറ്റായ രീതിയിൽ പണിതതിന്റെ ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന ദുരവസ്ഥ ഈ KSTP റോഡിന് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വേറൊരു ബാധ്യപത്രം എന്നുള്ള നിലയിലാണ് നമ്മളെ ഈ റോഡ് പാലം കണ്ണപുരം പാലം എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പണിത ഈ പാലം അതിന് കാലാവധി ഏകദേശം പൂർത്തിയാവാനുള്ള സാഹചര്യം ഉണ്ടായ സമയത്തിലാണ് അതൊന്ന് പുതുക്കി പണിയാതെ ഉള്ള സാഹചര്യത്തിലാണ് ഈ റോഡ് പാലവും ഈ KSTP റോഡുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്നത്. BJP കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് M പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ജിജേഷ് അണ്ണാമല, AP ഗംഗാധരൻ, വിജയൻ മാങ്ങാട്, റജീബ് കല്യാശ്ശേരി, രതീഷ് പൂക്കോട്ടി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വയലപ്ര പാർക്കിന് സമീപത്തെ റോഡരികിൽ മാലിന്യങ്ങൾ തള്ളുന്നത് കണ്ടൽക്കാടുകളുടെ വളർച്ചയെ ബാധിക്കുന്നു. ചെമ്പല്ലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടില്ലേ, നല്ല പച്ചപ്പാർന്ന ചുറ്റും കണ്ടൽക്കാടുകളൊക്കെയുള്ള ഒരു നല്ല സ്ഥലം. കാണാൻ എന്ത് മനോഹരം അല്ലേ? പക്ഷേ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾ കൂടി ഒന്ന് കാണണം. വാ, ഞാൻ കാണിച്ചു തരാം. ചെറുതാഴം പഞ്ചായത്തിലെ വയലപ്ര പാർക്കും പുഴയോരവും സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. എന്നാൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ റോഡരികിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ചെമ്പല്ലിക്കുണ്ട് പാലം മുതൽ വയലപ്ര പാർക്ക് വരെയുള്ള റോഡരികിലാണ് പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവാകുന്നത്. വിനോദസഞ്ചാരികൾ നിരന്തരമായി വരുന്നതിന്റെ ഫലമായി ഉപയോഗിച്ചു കഴിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡരികിലാണ് വലിച്ചെറിയുന്നത്. കണ്ടൽക്കാടുകൾ അനേകമുള്ള ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് അവയുടെ വളർച്ചയെ തന്നെ ബാധിക്കും. ഭൂമിയുടെ ജൈവ സമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. പ്രകൃതി ദുരന്തത്തെ വരെ ചെറുത്തുനിൽക്കുന്ന ഇവയുടെ വളർച്ചയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സാരമായി ബാധിക്കും. ഇത്തരത്തിൽ പരിസ്ഥിതി നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കപ്പെടാതെ പോകുന്നത് ജനജീവിതത്തെ ഏറെ മോശമായി ബാധിക്കും. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടിയും റോഡരികുകളിൽ ബോട്ടിൽ ബൂത്തുകളും മറ്റും സ്ഥാപിച്ച് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. പ്രകൃതിയുടെ കാവൽക്കാരായ കണ്ടൽക്കാടുകളെ ആ ദിനത്തിൽ മാത്രമല്ല സംരക്ഷിക്കേണ്ടത്, വരും നാളേക്കും വരും തലമുറകൾക്കുമായി കാത്തുരക്ഷിക്കേണ്ടതുണ്ട്. അതിനായി എത്രയും പെട്ടെന്ന് തന്നെ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.
ഖാദി വസ്ത്രങ്ങളിലേക്കും ഉൽപ്പന്നങ്ങളിലേക്കും ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഖാദി ഗ്രാമങ്ങളിലെ പാരമ്പര്യ നെയ്ത്തുകാർ നിർമ്മിച്ച വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. ആകർഷകമായ ഓഫറുകളും സമ്മാന പദ്ധതികളും ഉപഭോക്താക്കൾക്കായി വൻ ആനുകൂല്യങ്ങളുമാണ് ഇത്തവണ ഖാദി മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ ഖാദി ഉൽപ്പന്നങ്ങൾക്കും 30% സർക്കാർ റിബേറ്റ് ലഭ്യമാണ്. ഉപഭോക്താക്കൾക്കായി ടാറ്റ ടിയാഗോ കാർ, 14 സ്കൂട്ടറുകൾ തുടങ്ങി നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളും സർപ്രൈസ് ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി വൈവിധ്യമാർന്ന വിപണന പദ്ധതികളാണ് ഇത്തവണ നടപ്പിലാക്കുന്നതെന്ന് സംഘം ഭാരവാഹികൾ വ്യക്തമാക്കി. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഖാദി ഗ്രാമങ്ങളിലെ പാരമ്പര്യ നെയ്ത്തുകാർ നിർമ്മിച്ച വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. വനിതകൾക്കായി കാന്ത സിൽക്ക്, ജംദാനി സിൽക്ക്, ബലുച്ചേരി സിൽക്ക്, ജൂട്ട് സിൽക്ക്, ഢാക്ക മസ്ലിൻ, കോട്ടൺ സാരികൾ എന്നിവയ്ക്ക് പുറമെ കലങ്കാരി ചുരിദാർ മെറ്റീരിയലുകൾ, സിൽക്ക് ചുരിദാർ സെറ്റുകൾ, റെഡിമെയ്ഡ് ടോപ്പുകൾ എന്നിവയും പുരുഷന്മാർക്കായി ഡ്യൂപ്ലോൺ സിൽക്ക്, സ്പൺ സിൽക്ക്, ഢാക്ക മസ്ലിൻ എന്നിവയിൽ തീർത്ത കുർത്തകളും റെഡിമെയ്ഡ് ഷർട്ടുകൾ എന്നിവയും വിപണനത്തിനുണ്ട്. വിപുലമായ ശേഖരങ്ങൾ സാധാരണ പഴയ ട്രഡീഷണലായിട്ട് ഖാദി ഉപയോഗിക്കുന്നവർക്ക് പുറമെ പുതിയ തലമുറയിലെ ജൻസികൾക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിലുള്ള മേത്തരം സ്ട്രൈപ്പ് ഷർട്ടുകൾ, ചെക്ക് ഷർട്ടുകൾ, അതുപോലെ തന്നെ പ്രിന്റഡ് ഷർട്ടുകൾ, പരമ്പരാഗതമായി ഉണ്ടാക്കിയിട്ടുള്ള മനില ഷർട്ടിങ്ങൾ തുടങ്ങി ഷർട്ടുകളുടെ വിപുലമായ ശേഖരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഖാദി സാരി മേള തന്നെ ഈ വർഷം ഒരുക്കിയിട്ടുണ്ട്. കോട്ടൺ സാരികൾ, അതുപോലെ തന്നെ ഖാദി മസ്ലിൻ സാരികൾ, ജൂട്ട് സാരികൾ, സിൽക്ക് സാരികൾ തുടങ്ങി ഖാദി സാരികളിലെ വൈവിധ്യങ്ങളായ ഖാദി സാരികളുടെ വിപുലമായ ശേഖരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രകൃതിദത്തവും ആരോഗ്യദായകവുമായ ഉന്നക്കിടക്കകൾ, തലയണകൾ, ജയ്പൂർ പ്രിന്റഡ് ബെഡ്ഷീറ്റുകൾ, കാർപ്പറ്റുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയും വിൽപ്പനയ്ക്കുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്തരിച്ച മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായ പഴയങ്ങാടി വെങ്ങരയിലെ മാട്ടുമ്മൽ മോഹനന് നാടിന്റെ അന്ത്യാഞ്ജലി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യവുമായ പഴയങ്ങാടി വെങ്ങരയിലെ മാട്ടുമ്മൽ മോഹനന് നാടിന്റെ അന്ത്യാഞ്ജലി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ, DCC നേതാക്കളായ രജിത് നാറാത്ത്, K ബ്രിജേഷ് കുമാർ, നൌഷാദ് വാഴവളപ്പൽ, രാജീവൻ കപ്പച്ചേരി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ K ജയരാജ്, V രാജൻ, കൂനത്തറ മോഹനൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ, UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ്, BJP സംസ്ഥാന സമിതി അംഗം C നാരായണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് AV സനിൽ, CMP ജില്ലാ സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി, CPM ലോക്കൽ സെക്രട്ടറി M രാമചന്ദ്രൻ, മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ PP കൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അത്തായി പത്മിനി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ബബിതകുമാരി, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് B സത്യഭാമ എന്നിവർ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം കാനായി ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് PV ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം കാനായി ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്നു. KEWSA സംസ്ഥാന പ്രസിഡന്റ് രാകേഷ് PV ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ, സമൂഹത്തിന്റെ ഉന്നതിക്ക് കൂടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന കൂടി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയാണ് നമ്മുടെ പ്രവർത്തനത്തിന് ഊർജം നൽകുന്നത്. ആ ഊർജമാണ് 46 വർഷക്കാലം വളരെ ശക്തമായ രീതിയിൽ KEWSA എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിച്ചതും. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. KEWSA എന്ന് പറയുന്ന പ്രസ്ഥാനം പിറവിയെടുത്തതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ KEWSA എന്ന് പറയുന്ന പ്രസ്ഥാനം ആദ്യമായി രൂപം കൊള്ളുന്നത് തളിപ്പറമ്പിലാണ്. ആ തളിപ്പറമ്പിൽ രൂപം കൊണ്ട KEWSA എന്ന പ്രസ്ഥാനത്തിന്റെ യൂണിറ്റ് ജില്ലാ കമ്മിറ്റി അടക്കമുള്ള യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ PV അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ശില്പി ഉണ്ണീക്കാനായി SSLC+2 വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നിർവഹിച്ചു. KEWSA ജില്ലാ ട്രഷറർ G വിജയകുമാർ കമ്പനി സ്റ്റോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ബിജു പനക്കേൽ, വിനോദ് കുമാർ K,
രമേശൻ SV, രതീഷ് V, ശ്രീകുമാർ KV, KP രമേശൻ, പ്രിയേഷ് MK, അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് KCB മാതമംഗലം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനേഷ് P വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് പഠന ക്ലാസ് നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കനത്ത മഴ തുടരുന്നതിനാൽ ഉത്പാദനം ആരംഭിക്കാനാകാതെ റബ്ബർ കർഷകർ. മാന്യമായ വില ലഭിച്ചിട്ടും പലയിടത്തും ഉത്പാദനം തുടങ്ങാനായിട്ടില്ല. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ റബ്ബർ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഓണക്കാലം എത്താറായിട്ടും റബ്ബർ കർഷകരുടെ ദുരിതം തുടരുകയാണ്. റബ്ബറിന് മെച്ചപ്പെട്ട വില ലഭിച്ചിട്ടും ഉൽപാദനം തുടങ്ങാനാകാത്തത് റബ്ബർ കർഷകർക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. മഴ കൂടിയതിനാലാണ് ഉൽപാദനം തുടങ്ങാനാവാതെ നീളുന്നത്. പലരും റെയിൻ ഗാർഡ് ഇട്ടിട്ടില്ല. റബ്ബറിന് ഇപ്പോൾ വില 284 രൂപയിലെത്തി നിൽക്കുന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് റബ്ബർ ഷീറ്റിൻ്റെ വില 90 രൂപ 100 രൂപയായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിക്കാർക്ക് ടാപ്പ് ചെയ്യിക്കാനുള്ള വിഷമമുണ്ട്. അതായത് കിട്ടുന്ന പൈസ അതിൽ കൂടുതൽ ചിലവാകുന്നതുകൊണ്ട് ടാപ്പ് ചെയ്തിരുന്നില്ല. ഇന്നിപ്പോൾ റബ്ബറിന് വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ടാപ്പ് ചെയ്യാൻ ആരും വരുന്നില്ല. ഒന്നിക്കൽ അവർക്ക് ഷോർട്ടർ വേണം, അല്ലെങ്കിൽ പകുതിക്ക് വേണം, അങ്ങനെയല്ലാന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം പറഞ്ഞാൽ കൂടിയ മഴ കാരണം എന്ന് പറഞ്ഞാൽ ഇല തീരെ ഇല്ലാത്തതുകൊണ്ട് ആരും ടാപ്പ് ചെയ്യാനും വരുന്നില്ല, ഷോർട്ടറിനും വരുന്നില്ല. അതുകൊണ്ട് കൃഷിക്കാർ വലിയ വിഷമത്തിലാണ്. വില ഇന്ന് കൂടുതലുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ കാലാവസ്ഥ മോശമായതുകൊണ്ട് പാല് കിട്ടാത്തതുകൊണ്ട് എല്ലാവരും നിർത്തിവെച്ചിട്ടായി. മിക്ക റബ്ബർ തോട്ടങ്ങളും കാടുമൂടി കിടപ്പാണ്. ഒപ്പം തന്നെ ടാപ്പിംഗ് തൊഴിലാളികളെയും കിട്ടാനില്ല. കൂലി കൂടുതലും ഒരു പ്രശ്നമാണ്. ഇങ്ങനെ പലവിധ പ്രതിസന്ധികളും കൊണ്ട് ദുരിതത്തിലായിരിക്കുകയാണ് റബ്ബർ കർഷകർ. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷന്റെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ സൊല്യൂഷൻ പുതിയ ഷോറൂം പയ്യന്നൂർ തെക്കേ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. വാട്ടർ പ്യൂരിഫിക്കേഷന്റെ എല്ലാവിധ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. നജ ട്രാവൽസ് ഉടമ നിസാർ മൊട്ടമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷന്റെ പുതിയ ഷോറൂം പയ്യന്നൂർ തെക്കേ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചു. വാട്ടർ പ്യൂരിഫയറിന്റെ എല്ലാവിധ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. നജ ട്രാവൽസ് ഉടമ നിസാർ മെട്ടമൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാജലക്ഷ്മി ഭദ്രദീപം തെളിയിച്ചു. മനോജ് KCയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥാപനം. വി നന്ദകുമാർ, VTV രാഘവൻ, കൗൺസിലർ ശ്രീജ, രജനി, ബീന, വ്യവസായ പ്രമുഖരായ ഇസ്മയിൽ, ബിജു പത്മനാഭൻ, ഷൈജു, സത്യജിത്ത്, മുഹമ്മദ് ഹാഷിം, എറിക് ജോൺ തുടങ്ങിയവർ ഉദ്ഘാടന ദിവസം സ്ഥാപനത്തിൽ സന്ദർശനം നടത്തി. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ശുദ്ധജലത്തിനായി ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷന്റെ വാട്ടർ പ്യൂരിഫയർ സേവനങ്ങൾ കേരളത്തിലുടനീളം ലഭ്യമാകും. മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വീടുകളിലേക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ നൂതന ജലശുദ്ധീകരണ സംവിധാനങ്ങളുമായാണ് ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ വന്നിട്ടുള്ളത്. 24 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മികച്ച വാട്ടർ പ്യൂരിഫയർ സേവനങ്ങളാണ് ലഭ്യമാക്കുന്നത്. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, അമീബ, ബാക്ടീരിയ തുടങ്ങിയ വിവിധ രോഗങ്ങൾക്ക് മലിനജലം കാരണമാകാറുണ്ട്. ഉപ്പിന്റെ അംശമുള്ള വെള്ളം, കലങ്ങിയ വെള്ളം, കട്ടിയുള്ള വെള്ളം, ഇരുമ്പിന്റെ അംശം അടങ്ങിയ ജലം എന്നിവ കുറഞ്ഞ ചിലവിൽ പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷന്റെ സംവിധാനങ്ങൾ സഹായകരമാകും. ഡൊമസ്റ്റിക് RO, STPRO പ്ലാന്റ്, ഹൈഡ്രജൻ വാട്ടർ സിസ്റ്റം, UV പ്ലാന്റ്, RO പ്ലാന്റ് തുടങ്ങിയ സേവനങ്ങളുമായി നല്ല വെള്ളം, നല്ല ആരോഗ്യം എന്ന സന്ദേശവുമായി മികച്ച ഗുണനിലവാരത്തിലും മിതമായ നിരക്കിലുമാണ് ഉൽപ്പന്നങ്ങളും സർവീസുകളും ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ ഉപഭോക്താക്കൾക്കായി എത്തിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ സൊല്യൂഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി 9037521124 എന്ന നമ്പറിലോ 9495893993 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS, FNHW, GRC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അംബു ഉദ്ഘാടനം നിർവഹിച്ചു.
കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS, FNHW, GRC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചു. ആയുഷ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രുതി കർക്കിടകത്തിലെ ആരോഗ്യം എന്ന വിഷയത്തിൽ വിഷയാവതരണവും ബോധവൽക്കരണ ക്ലാസും നയിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജയശ്രീ PP, വാർഡ് മെമ്പർ സതീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ രജനി C, ആശ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ വാർഡ് മെമ്പർമാർ, CDS അംഗങ്ങൾ, കുടുംബശ്രീ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പഞ്ഞക്കർക്കിടകത്തിൽ ഒരു കാലത്ത് ധാരാളമായി ഉപയോഗിച്ചു വന്നിരുന്ന തകരയും കാണാമറയത്തേക്ക് നീങ്ങുന്നു. പാതയോരങ്ങളിലും മറ്റും വെറുതെ തഴച്ചു വളർന്നിരുന്ന തകര ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഒരു കാലത്ത് പഞ്ഞക്കർക്കിടക മാസത്തിൽ വിശപ്പകറ്റിയിരുന്ന തകര ഇപ്പോൾ കാണാമറയത്താണ്. മുൻകാലങ്ങളിൽ പാതയോരങ്ങളിലും പറമ്പുകളിലും സമൃദ്ധമായി ഉണ്ടായിരുന്ന ഒന്നാണ് തകര. ഇന്നാകട്ടെ അപൂർവം ചിലയിടങ്ങളിൽ കണ്ടാലായി എന്നതാണ് സ്ഥിതി. താളും തകരയും മുമ്മാസം എന്ന ഒരു ചൊല്ലു തന്നെ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ച തകരയല്ല എന്നും ചൊല്ലുണ്ട്. തകരയുമായി ബന്ധപ്പെട്ട നിരവധി കഥകളും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. വട്ടത്തകര എന്നും ഇതിന് പേരുണ്ട്. നമ്മുടെ പഴമക്കാർ തകരയില വറവായും കറിയായും ഉപയോഗിച്ചിരുന്നു. മഴക്കാലത്താണ് തകര മുള പൊട്ടുന്നത്. വേനലാകുന്നതോടെ ഉണങ്ങി നശിക്കും. മണ്ണിൽ വീഴുന്ന വിത്തുകൾ അടുത്ത മഴക്കാലത്ത് വീണ്ടും മുളപൊട്ടും. മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് തകരയുടേത്. കായകൾ നേരത്തെ മെലിഞ്ഞ് നീളം കൂടിയവയായിരിക്കും. സെന്നാട്ടോറ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഏറെ ഔഷധമൂല്യമുള്ള ഒരു ചെടി കൂടിയാണ് തകര. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതായം സെന്റർ EK നായനാർ സ്മാരക സാംസ്കാരിക വേദി, EMS വായനശാല ആൻഡ് ഗ്രന്ഥാലയം, DYFI മഹിളാ അസോസിയേഷൻ, ബാലസംഘം എന്നിവ സംയുക്തമായി S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറുതാഴം സെന്റർ EK നായനാർ സ്മാരക സാംസ്കാരിക വേദി, EMS വായനശാല ആൻഡ് ഗ്രന്ഥാലയം, DYFI മഹിളാ അസോസിയേഷൻ, ബാലസംഘം സംയുക്തമായി S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. സിനിമാ ഗാനരചയിതാവ് ഹരീഷ് മോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജാനകിയമ്മ ആലപിച്ച ഗാനങ്ങൾ കോർത്തിണക്കി ഗാനാർച്ചന നടന്നു. ചടങ്ങിൽ സംഗീത KP അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സുധീഷ് K, അശ്വന്ത് കൃഷ്ണൻ, സജിത് കുമാർ TV, അമീർ C എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. മഴ കനത്തതോടെ കടുത്ത പ്രതിസന്ധിയിലായി വാഴ കർഷകർ. തുടർച്ചയായ മഴയും ഈർപ്പമുള്ള കാലാവസ്ഥയും വാഴകളിൽ വിവിധ രോഗബാധകൾ പടരുന്നതിന് കാരണമായിട്ടുണ്ട്. വാഴകളുടെ ഇലകൾ പുഴുക്കൾ തിന്ന് നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കർഷകർ ആശങ്കയിൽ. ചീമേനിയിലെയും ഏറ്റുകുടുക്ക, പുത്തൂർ പരിസര പ്രദേശങ്ങളിലെയും വാഴകളുടെ ഇലകളിലാണ് പുഴുക്കൾ വ്യാപകമായി കാണപ്പെടുന്നത്. ഇതോടെ വാഴകളിൽ ഇലകളുടെ എണ്ണം കുറയാനും തുടങ്ങി. നേന്ത്രവാഴയ്ക്ക് പുറമെ മറ്റ് നാടൻ ഇനങ്ങളിൽപ്പെട്ട വാഴകളുടെ ഇലകളും ദിവസങ്ങൾക്കുള്ളിലാണ് പുഴുക്കൾ തിന്നു നശിപ്പിക്കുന്നത്. ഇലകൾ നശിക്കുന്നതോടെ വാഴയുടെ വളർച്ച മുരടിക്കുകയും വാഴക്കുലയുടെ വലിപ്പം കുറയുകയും ചെയ്യും. വാഴയിലകൾ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കളെ നശിപ്പിക്കാൻ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും ഫലപ്രദമാകുന്നില്ല എന്നാണ് കർഷകർ പറയുന്നത്. ഈ പുത്തൂർ ഒയോളത്ത് വാഴക്കൃഷി നന്നായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ മഴ സാധാരണ ഉണ്ടാവാത്തൊരു പ്രതിരോധ കാണുന്നത് ഈ ഇലയിലെല്ലാം കണ്ടമാനം പുഴുക്കൾ കയറിയിട്ട് വല്ലാതെ കർഷകർ കഷ്ടപ്പെടുന്ന ഒരു പ്രതിഭാസമായി ഇപ്പോൾ കാണുന്നത്. സാധാരണ വാഴകളിലും മറ്റും കണ്ടുവരുന്ന ചെറുപ്രാണികളെയും പുഴുക്കളെയും പക്ഷികൾ ആഹാരമാക്കാറാണ് പതിവ്. എന്നാൽ ഇപ്പോൾ ഇത്തരം പക്ഷികളെയും ചെറുജീവികളെയും കാണാനില്ലാത്ത സ്ഥിതിയാണ്. ഇതോടെ വാഴകൾ ഇടവിളിയായി കൃഷി ചെയ്യുന്ന കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അഞ്ച് പതിറ്റാണ്ടിലേറെ വലിയ പറമ്പിന്റെ സമസ്ത മേഖലകളിലും മഹിത പാരമ്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന KGM സ്പോർട്സ് ക്ലബിന് പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 6 നടക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കെട്ടിടോദ്ഘാടനം നിർവഹിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100 പേർക്കിരിക്കാൻ സൗകര്യമുള്ള ഹാൾ, ഓഫീസ്, റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട്. കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ബീച്ച് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, ഫൈവ്സ് ഫുട്ബോൾ, കൈകൊട്ടിക്കളി, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വലിയ പറമ്പിന്റെ ചിത്രരചന, കുടുംബസംഗമം, വനിതാവേദിയുടെ നൃത്തനൃത്യങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. ഉദ്ഘാടന ദിനത്തിൽ പയ്യന്നൂർ SS ഓർക്കസ്ട്രയുടെ DJ നൈറ്റ് ഗാനമേളയും നടക്കും. KGM ക്ലബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജീവകാരുണ്യ സേവന സേനയിൽ 80 വളണ്ടിയർമാർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ C കുമാരൻ, PP അശോകൻ, EK ഷാജി, കുളങ്ങര മധു,
കുളങ്ങര രാമൻ, പി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഇതോടുകൂടി വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.